അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ദുറൂസ് ബുക്കിലെ 1ാം പാഠം തുടങ്ങാം. അപ്പൊ നമ്മൾ 6ാം ക്ലാസ്സിലും ദുറൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ദുറൂസിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദുറൂസ് പറഞ്ഞാൽ എന്താണ്? പാഠങ്ങൾ. അപ്പോ എഹ്സാൻ, ദുറൂസുൽ എഹ്സാൻ എന്നാണല്ലോ നമ്മുടെ പുസ്തകത്തിന്റെ പേര്. എഹ്സാൻ പറഞ്ഞാൽ നന്മ അല്ലേ? അപ്പോൾ എന്താണ് ഈ ബുക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? നന്മയുടെ പാഠങ്ങളാണ് അല്ലേ? നമ്മൾ നന്മയുടെ പാഠങ്ങളാണെന്ത് ദുറൂസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാണ്. നമ്മെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു. ഈ ലോകത്തിലെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു. എല്ലാം ചലിപ്പിക്കുന്നത് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് അല്ലാഹു അല്ലേ? ഓക്കെ, ഇനി നമ്മളെ വീട്ടില് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. ഒരു വാതിലുണ്ടാകും, പിന്നെ ഒരു മേശ ഉണ്ടാകും, പിന്നെയോ ഒരു ജനലുണ്ടാകും. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മൾ മനുഷ്യന്മാർ അല്ലേ? ഇത് സൃഷ്ടിക്കാനുള്ള കഴിവ് തന്നത് ആരാണ്? അല്ലാഹു അല്ലേ? അപ്പോൾ എല്ലാവരും സൃഷ്ടിച്ചത് അല്ലാഹു ആണ്. ചില കാര്യങ്ങളൊക്കെ എന്താണ് ആളുകളിലൂടെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് മാത്രം അല്ലേ? ഇനി നമുക്ക് പാഠം തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലഹാദാ വമാ കുന്നാ ലനഹ്തദാ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ മുഹമ്മദ് ഖൈരി ഖൽഖില്ലാഹി വഅലാ ആലിഹി വസഹബിഹി الذين فازوا برضا الله وبعد. പാഠം 1 അല്ലാഹു തആല. അപ്പൊ നമ്മൾ ആദ്യത്തെ പാഠാണെന്ത്? അള്ളാഹുവിനെ കുറിച്ചാണ് അല്ലെ? നോക്കൂ, സർവ്വലോക സൃഷ്ടാവും രക്ഷിതാവുമാണ് അള്ളാഹു. അവനെ മാത്രമാണ് നാം ആരാധിക്കുന്നത്. ഈ ലോകത്തേക്ക് നാം വരുമ്പോൾ ആദ്യമായി കേൾക്കേണ്ടത് അവന്റെ പേരാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ എന്താണ്? അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാത്തിന്റെ രക്ഷിതാവുമാണ് അല്ലേ? എന്താണ് കൊടുത്തിരിക്കണേ? സർവലോക സൃഷ്ടാവും രക്ഷിതാവുമാണ് ആര്? അല്ലാഹു അല്ലേ? നമ്മൾ അള്ളാഹുവിനെ മാത്രമാണെന്ത് ആരാധിക്കുന്നത്. നമുക്ക് കുറേ പ്രവാചകന്മാരുണ്ട്. നമ്മൾ അവരെ എന്താ ചെയ്യുന്നത്? ആദരിക്കാണ് അല്ലേ? ഗ്രീറ്റ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക അല്ലേ? ആരാധിക്കല്ല, ആദരിക്കുക അല്ലേ? പിന്നെ നമ്മൾ ലോകത്തേക്ക് വന്നപ്പോൾ എന്താണ് നമ്മൾ ആദ്യം കേട്ടത്? അള്ളാഹുവിൻ്റെ പേരാണ്. നമ്മളെ ഇരു ചെവികളിലും ബാങ്ക് വിളിപ്പിച്ചിരുന്നു. നിങ്ങൾ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് അല്ലേ? അപ്പോ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടെങ്കിലും വിട പറയാൻ ഉള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആമീൻ. ഇനി നോക്കൂ, നമ്മുടെ ഓരോ ചലനവും അവന്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാവണം. അവൻ നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തറ്റതാവുക. ഉറക്കം, ഉണർച്ച, അനക്കം, അടക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ളതാകാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുക. അപ്പൊ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പിന്നെ അള്ളാഹുവിൻ്റെ പ്രീതിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാവണം അല്ലേ? അത്രക്കും നല്ല നല്ല കാര്യങ്ങളാണ്. എന്തൊക്കെ ഉൾപ്പെടെ? ഉറക്കം, പിന്നെ ഉണർച്ച, അടക്കം, അനക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം. ഇതിലൊക്കെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ള എന്താണ്? ആക്ഷൻസ് ആണോ അല്ലേ? നമ്മൾ മിക്കതും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അവര് പറയുന്നത് അല്ലേ? പിന്നെയോ
അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് എന്ത് നമ്മുടെ ഈമാൻ കരുത്തറ്റതാവുക. എന്താ, നിങ്ങൾ 4ാം ക്ലാസ്സിൽ അഖീദയിൽ 1ാം പാഠം പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നു അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഒരാളുടെ രൂപത്തിൽ വന്നു. എന്നിട്ട് നബിയുടെ മുന്നിൽ മുട്ടോട് മുട്ട് ചേർത്തി ഇരുന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, മൽ ഇസ്ലാം, ഇസ്ലാം എന്താണ് എന്ത് അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ 5 ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞെടുത്തു. അപ്പോൾ മൽ ഈമാൻ, അപ്പോൾ 6 ഈമാൻ കാര്യങ്ങളും പറഞ്ഞെടുത്തു. അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, മൽ എഹ്സാൻ. അപ്പൊ എന്താ നബി പറഞ്ഞതെന്ന് അറിയോ? നിശ്ചയം അള്ളാഹു നിന്നെ കാണുന്നുണ്ടെന്ന നിലയിൽ നീ അവന് ഇബാദത്ത് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യണം. നിശ്ചയം അവൻ നമ്മെ എപ്പോഴും കാണുന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവന് ഇബാദത്ത് ചെയ്യണം അല്ലേ? അതാണ് എന്ത്? എഹ്സാൻ. അത് എഹ്സാന്റെ അർത്ഥാണ് അല്ലേ? പിന്നെ അപ്പോഴാണ് നമ്മൾ ഈമാന്റെ മാധുര്യം അനുഭവിക്കുക. എപ്പോൾ? ഉറക്കം, ഉണർച്ച, അടക്കം, അനക്കം, സംസാരം, ചിന്ത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം മുതലായവയെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും നേടാനുള്ളതാകുമ്പോഴാണ് എന്ത്? നമ്മൾ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുക അല്ലേ? പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സലാസ മൻ കുന്ന ഫീഹി വജദ ഹലാവതൽ ഈമാനി അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്സഫ ഫിന്നാർ. ഇനി ഞാൻ ഈ ഹദീസിന്റെ അർത്ഥം പറയാം. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. അപ്പോൾ ഒരാളിൽ 3 കാര്യങ്ങൾ ഉണ്ടായാൽ എന്തായി? അയാള് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട്. ഏതാണ് ആ 3 കാര്യങ്ങൾ? നോക്കൂ. 1, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനേക്കാളും സ്നേഹിക്കണം. ആരെ? അള്ളാഹുവിനെയും അവന്റെ റസൂൽ. ആരാണ്? മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അപ്പൊ എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരാളെ സ്നേഹിക്കണം അല്ലേ? 3, അവനെ തീയിൽ എറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നു അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും വെറുക്കേണ്ട കാര്യമാണ് എന്ത്? കാഫിറായി പോകുന്നത് അല്ലേ? അതാണ് നമ്മൾ ഏറ്റവും വെറുക്കേണ്ടത്. പിന്നെയോ ഉന്നതിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളവനും എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണവൻ. അവന്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല, ആദ്യമേ ഉള്ളവരാണ്. അവൻ എല്ലാരിലും ഒരുവനാണ്. അവന്റെ വിശേഷണങ്ങൾ പോലെയുള്ളവ ഒന്നും സൃഷ്ടികൾക്കില്ല. അപ്പൊ എന്താണ്? ഉന്നതയുടെ എല്ലാ ഗുണങ്ങളുണ്ട് ആർക്ക്? അള്ളാഹുവിന്. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനുമാണ് ആര്? അള്ളാഹു അല്ലേ? പിന്നെയോ അള്ളാഹുവിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. അത് നമ്മളിപ്പോ പറയും. അത് ആദ്യമേ ഉള്ളതാണ്. അത് അള്ളാഹു സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ വേറൊരാൾ സൃഷ്ടിച്ചതോ ഒന്നുമല്ല. പിന്നെയോ അള്ളാഹു എല്ലാരിലും ഒരുവനാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളൊന്നും അവന്റെ സൃഷ്ടികൾക്കില്ല. നോക്കൂ, എന്താണ് ആ വിശേഷണങ്ങൾ? നമുക്ക് നോക്കാം. അവൻ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യും. എന്താണ്? കാണാനുള്ളതും കേൾക്കാനുള്ളതും എന്ത് ചെയ്യും? അള്ളാഹു കാണും ചെയ്യും, കേൾക്കും ചെയ്യും. അവന്റെ കേൾവിയും കാഴ്ചയും ഒരവയവ മാധ്യമമായിട്ടല്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും, മൂക്ക് കൊണ്ട് ശ്വസിക്കാനും മണക്കാനും പറ്റും, വാക്കുകൊണ്ട് സംസാരിക്കാൻ പറ്റും അല്ലേ? പക്ഷേ അള്ളാഹുവിനെ കേൾക്കാനും പിന്നെ കാണാനും ഒരു അവയവമൊന്നുമില്ല. എങ്ങനെയാണ് കേൾക്കുന്നത് നമുക്കൊന്നും അറിയില്ല.
പക്ഷെ അള്ളാഹുവിനെ കാണാനും കേൾക്കാനും എന്തില്ല, അവയവം ഇല്ല. പിന്നെയോ അതിന് ദൂരപരിധിയുമില്ല. നമ്മള് മനുഷ്യന്മാർക്ക് ഒരു അതിരുണ്ട് അല്ലെ, കേൾക്കാനും കാണാനും അല്ലെ. പക്ഷേ അള്ളാഹുവിന് അതില്ല. അള്ളാഹുവിന് എല്ലാം സംഭവിക്കുന്നത് ഒറ്റ സമയം കൊണ്ട് കാണാൻ പറ്റും അല്ലേ. നമ്മൾ ചിലപ്പോൾ അറിയും ന്യൂസിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത് അതൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ അറിയാൻ പറ്റും അല്ലേ. അള്ളാഹുവിന് നമ്മളെ മനസ്സ് പോലും വായിക്കാൻ പറ്റുന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മിക്ക നേരത്തും നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. പിന്നെയോ അവന് സർവശക്തനും സർവജ്ഞാനിയുമാണ്. അള്ളാഹു ആണെന്ത്, ലോകത്തിലെ ഏറ്റവും സർവശക്തന്, പിന്നെയോ സർവജ്ഞാനി അല്ലേ. പിന്നെയോ അവൻ നൽകുന്ന കഴിവ് കൊണ്ട് മാത്രമാണ് സർവ സൃഷ്ടികളും പ്രവർത്തിക്കുന്നത്. എന്താണ്, നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അള്ളാഹു നമുക്ക് കഴിവ് തന്നുകൊണ്ടാണ് അല്ലേ. അപ്പൊ അള്ളാഹു നമുക്ക് കഴിവ് തന്നില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ചെറുവിരല് പോലും നമുക്ക് അനക്കാൻ പറ്റില്ല, കണ്ണ് അടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനോ പറയാനോ പോലും പറ്റില്ല. ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മേശ, ഒരു വാതിൽ, ഒരു ജനൽ, ഇതൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. ഇതിനുള്ള ബുദ്ധിയൊക്കെ തന്നത് ആരാണ്? അള്ളാഹുവാണ്. ഇനി ആ ബുദ്ധി നമുക്ക് തന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യോ? ഇല്ല അല്ലേ. പിന്നെയോ ഒരു സൃഷ്ടിക്കും അവൻ കഴിവ് നൽകാതെ ഒന്നും ചെയ്യാനോ വിചാരിക്കാൻ പോലുമോ കഴിയുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്താണ്, അള്ളാഹു നമുക്ക് കഴിവ് നൽകാണ്ട് നമുക്ക് ഒന്ന് സൃഷ്ടിക്കാനോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനോ വിചാരിക്കാനോ ഒന്നും പറ്റൂല. പിന്നെയോ തീക്ക് കരിക്കാനും കത്തിക്ക് മുറിവേൽപ്പിക്കാനും വെള്ളത്തിന് ദാഹം മാറ്റാനും മഴക്ക് വിത്തുകളെ മുളപ്പിക്കാനും സ്വയം കഴിയുന്നതല്ല. അപ്പൊ എന്താണ്, അള്ളാഹു ഇങ്ങനെയൊക്കെ കഴിവ് ഓരോരുത്തരും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇല്ലെങ്കിൽ അതൊരിക്കലും അങ്ങനെ നടക്കില്ല അല്ലെ. ഇപ്പൊ ഒരു കത്തി നമ്മൾ എന്തെങ്കിലും മുറിക്കുമ്പോൾ അറിയാണ്ട് കൈമ ജസ്റ്റ് തട്ടിയെങ്കിൽ മുറിവായി അല്ലേ, ഒരു മുറിയായി. നമ്മളത് മരുന്നൊക്കെ ഇട്ട് ചുറ്റി അങ്ങനെ വേണം മുറി മാറാൻ അല്ലേ. അപ്പൊ ഒരു കത്തിക്ക് മുറിവേൽപ്പിക്കാൻ പറ്റും. അപ്പൊ തീയിലോ കരിയിക്കാൻ പറ്റും അല്ലേ. നമ്മളൊരു പേപ്പർ കഷ്ണം ജസ്റ്റ് തീയിലേക്ക് ഇട്ടാൽ ഇങ്ങനെ കരിഞ്ഞ് പോകും. പിന്നെയോ വെള്ളം, നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കും അല്ലേ. നമുക്ക് ചോറ് പോലും തിന്നാൻ പറ്റില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കുടിക്കും. അപ്പൊ നമ്മളെ ദാഹം പോകും അല്ലേ. പിന്നെയോ മഴയില്ലേ, എന്താണ്, മഴ വർഷിക്കുമ്പോൾ വിത്തുകളൊക്കെ മുളയ്ക്കും അല്ലേ. നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചാലും ആകും. പക്ഷെ മഴയില്ലെങ്കിൽ അങ്ങനെ നമുക്ക് വെള്ളം കിട്ടില്ല അല്ലെ. മഴയില്ലെങ്കിൽ വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ നമുക്ക് വിത്തുകളെ മുളപ്പിക്കാനും പറ്റില്ല അല്ലേ. അപ്പോ എന്താണ്, എല്ലാത്തിനും അള്ളാഹു കഴിവ് തന്നുകൊണ്ട് മാത്രമാണ് അത് നിലനിൽക്കുന്നത് അല്ലേ. ഇനി നോക്കൂ, സർവലോക സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിനെ സദാസമയവും നാം വണങ്ങണം. അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ എന്താണ്, നമ്മെ സൃഷ്ടിച്ച സർവശക്തനും സർവജ്ഞാനിയുമായ അള്ളാഹുവിനെ നാം എപ്പോഴും വണങ്ങണം, എപ്പോഴും നാം സ്മരിക്കണം അല്ലേ. സ്മരിക്കുക പറഞ്ഞാൽ എന്താ, അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വല്ലപ്പോഴും സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെയൊക്കെ ദുആകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, അങ്ങനെ കുറേ ഉണ്ട്, അല്ലാഹു അക്ബർ അല്ലേ, കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത്: 1. ഉത്തരം പറയാം. 1. നാം ആദ്യമായി കേൾക്കേണ്ടത് എന്ത്? ഉത്തരം: അള്ളാഹുവിന്റെ നാമം. 2. നാം അവസാനം പറയേണ്ടത് എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്.
3 നമ്മുടെ ഈമാൻ കരുത്തറ്റതാകും എപ്പോഴാണ് അവന് പകരം നമ്മൾ അള്ളാഹു ചേർക്കുക. എന്നിട്ട് അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തറ്റതാവുക. പിന്നെ 4 ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്ന 3 കാര്യങ്ങൾ ഏവ? 1 അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. പിന്നെയോ 2 അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. 3 അവനെ തീയിൽ ഇടുന്നത് എത്ര വെറുക്കുന്നതോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. പിന്നെ 5 കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ ആരാണ്? അള്ളാഹു അല്ലേ? 2 പൂരിപ്പിക്കാം. എന്താണ്? സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار. അല്ലേ? അതാണത് ഈ പൂരിപ്പിക്കാനുള്ളത്. ഇനി നോക്കൂ, 3 നമുക്ക് എഴുതാം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. അതെന്ത് ചെയ്യാ? നിങ്ങൾ എഴുതാ. കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവന് പരിധിയില്ല, പിന്നെ അവന് കേൾക്കാനും കാണാനും ഒരു അവയവം ആദ്യമായിട്ടല്ല. അതൊക്കെ എന്താണ്? വിശേഷണങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യാ? എഴുതാ. അല്ലെ? ഇനി നിങ്ങൾ ഈ പാഠം നന്നായിട്ട് വായിക്കാം, മനസ്സിലാക്കാം, നോട്ട്ബുക്കിൽ എഴുതാം, ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സലാത്ത് ചൊല്ലിയാലോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.